ഹായ്, ഇന്നൊരു സ്ക്രാച്ച് വെച്ചിട്ട് ഒരു ബേബി ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 6 മന്ത് ബേബിക്കുള്ള സമ്മർ ഫ്രോക്ക്. ഏകദേശം 1 മീറ്ററോളം ഫാബ്രിക്കും 2-3 കട്ട് പീസും ആണുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ഞാനിവിടെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലൈനിങ്ങിന് സെപ്പറേറ്റ് ക്ലോത്ത് എടുക്കുന്നില്ല. യോക്കിൽ മെയിൻ ക്ലോത്ത് തന്നെ 2 വെച്ചിട്ട് ചെയ്യാണ്. മെഷർമെൻറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് വരുന്നത് 16 ആണ്. യോക്ക് പോർഷൻ 6ഉം സ്കേർട്ട് ലെങ്ത് 10 ഇഞ്ചസും ആണ് വരുന്നത്. നെക്ക് വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചസും ഡെപ്ത് വരുന്നത് ഫ്രണ്ട് നെക്ക് ഡെപ്ത് വരുന്നത് 2.5ഉം ബാക്ക് നെക്ക് ഡെപ്ത് വരുന്നത് 2 ഇഞ്ചസും ആണ്. ഇവിടെ കൊടുത്ത മെഷർമെൻറ്റ് വിതൗട്ട് സീം അലവൻസ് ആണ്. ആൻഡ് ഫ്രണ്ട് യോക്ക് പാർട്ടിനുള്ള ക്ലോത്ത് ഞാൻ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഫോൾഡ് ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിലെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്ത പോലെ തന്നെ ബാക്കും ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ ഷോൾഡറിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറും ലെഡ്കനും ചെയ്യുന്ന വീഡിയോ മിസ്സായി പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് ഫ്രണ്ട് യോക്ക് പാർട്ടാണ്. 2 പീസ് ഉണ്ട്. 2 പീസും ചേർത്ത് ഇതേപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കയറ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് വെച്ച് കൊടുക്കുക. ഇതേപോലത്തെ കയറ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പീസിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ഈ കയറ് വെച്ച് ദെൻ മറ്റേ പീസിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് യോക്ക് പാർട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറിച്ചിട്ടിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. കേവിലൊക്കെ ഇതേപോലെ കട്ടിങ് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് തട്ടാതെ വേണം കട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കുക. നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡ്രസ്സാണിത്. കുട്ടികൾക്കൊക്കെ സമ്മറിൽ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സ്കേർട്ടിനായിട്ട് ഒരു സൈഡിലോട്ട് മാത്രം 26 ഇഞ്ചസ് വിഡ്ത്തും 12 ഇഞ്ചസ് സീം അലവൻസ് അടക്കം 12 ഇഞ്ചസ് ലെങ്ത്തും ആണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ലോവർ പോർഷനിലേക്ക് ഗാദേഴ്സ് ആണ് കൊടുക്കുന്നത്. നോർമൽ പ്ലീറ്റ്സിനെക്കാട്ടിലും ഗാദേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ ബാക്കിലോട്ടും ടൈ ചെയ്യാനുള്ള ഒരു കയർ കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു സപ്പോർട്ടിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.